ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഞ്ഞുമ്മൽ ബോയ്സ് നമ്മുടെ കേരളത്തിലെ മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റുകളിൽ ഒന്നാണ്. ഇൻഡസ്ട്രി ഹിറ്റുകളിൽ ഒന്നല്ല, ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയിട്ടുള്ള നമ്മുടെ സിനിമയാണ് മലയാളികളുടെ മഞ്ഞുമ്മൽ ബോയ്സ്. 241 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസും പ്ലസ് OTT പർച്ചേസ് സെയിലൊക്കെ വേറെ നേടിയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ കളക്ഷൻ വൈസും റിപ്പോർട്ട് വൈസും ഒക്കെ ഭയങ്കര വലിയ അഭിപ്രായമുള്ള സംഭവമാണെങ്കിലും ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇതിന്റെ പ്രൊഡ്യൂസർമാർക്ക് എപ്പോഴും 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് സൗബിൻ സാഹിർ, പിന്നെ ഷോൺ ആന്റണി, പിന്നെ സൗബിൻ സാറിന്റെ ഫാദർ ആയിട്ടുള്ള നമ്മുടെ ബാബു ഷാഹിർ. ഈ 3 പേരും കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സിനിമ സത്യം പറഞ്ഞാൽ ഇവര് വരെ വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല ഇത് ഇത്രമാത്രം വലിയൊരു ഹിറ്റായി മാറും എന്നുള്ളത്. ഹിറ്റാവുന്നത് പ്രതീക്ഷ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരു ബ്രഹ്മാണ്ഡ ഹിറ്റ് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റാവും എന്നുള്ളതൊന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം വേറൊരു ഫിനാൻസ് പാർട്ണറിൽ നിന്നും ഫണ്ട് എടുത്തിട്ട് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ആരോപണമൊക്കെ വന്ന് ആ ഫിനാൻസ് പാർട്ണർ കോടതിയിൽ കേസ് കൊടുത്ത് ഇവരുടെയൊക്കെ 40 കോടി രൂപ വരുന്ന ബാങ്ക് ബാലൻസുള്ള അക്കൗണ്ട്സ് ഒക്കെ ഫ്രീസ് ചെയ്തെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തെ ഇഷ്യൂ ആയിരുന്നു ഇതിന്റെ. അതായത് ഒരു ഇൻവെസ്റ്ററിൽ നിന്നും ഫണ്ട് 7 കോടി രൂപയോളം വാങ്ങിച്ച് ലാഭവിഹിതം കൊടുക്കാന്നൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നെ കൊടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകളുണ്ട്. സത്യാവസ്ഥ നമുക്കറിയില്ല, നമ്മൾ ഈ വാർത്തയിൽ വരണത് മാത്രം ഇത് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഞാൻ പറഞ്ഞ മാതിരി ബോക്സ് ഓഫീസ് കളക്ഷനിലൊക്കെ അടിപൊളിയാണ്, റിപ്പോർട്ടിൽ അടിപൊളിയാണ്, പല സ്റ്റേറ്റ്സിൽ നിന്നും നല്ല അപ്രിസിയേഷൻസ് ഒക്കെ കിട്ടി. പക്ഷെ മൊത്തത്തിൽ സിനിമയുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ എടുക്കുമ്പോൾ, സിനിമയുടെ നിർമ്മാതാക്കളുടെ അടുത്തേക്കുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര കണ്ടകശിനിയാണ് ഈ പടത്തിന്. അത് മാത്രമല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം ഇളയരാജയുടെ പാട്ടാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ബാക്ക് ബോൺ ആയിട്ടുള്ള കൺമണി ആൻഡ് ബോർഡ് എന്ന് പറയുന്ന സോങ്. ഈ സോങ്ങില് ഇളയരാജയ്ക്ക് ഇവർ ട്രിബ്യൂട്ടൊക്കെ ആദ്യം വെക്കണൊക്കെ ഉണ്ട്, എഴുതി കാണിക്കുന്നുണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇളയരാജയുടെ അനുമതി ഇല്ലാണ്ടാണ് ഈ പാട്ട് ഈ സിനിമയിൽ ഇവർ യൂസ് ചെയ്തെന്നാണ് ഇളയരാജ പറയുന്നത്. 15 ദിവസത്തിനകം ഈ പാട്ടിനുള്ള നഷ്ടപരിഹാരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകുന്നതാണ് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ വേറൊരു കേസുമായി പുലിവാലായിട്ട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതിന്റെ പോലെ ഇപ്പൊ രണ്ടാമതാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. അതും ഇളയരാജ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളതാണ്, ഇളയരാജയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. 15 ദിവസത്തിനകം ഒരു നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ആ നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോകുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന് ഒരു തീരാ തലവേദനയായിട്ടിരിക്കുകയാണ് ഈ സിനിമയുടെ കളക്ഷനെ വെച്ച് മുന്നോട്ട് പോകുമ്പോഴത്. കാര്യം വേറെ ഒന്നല്ല, ഈ സിനിമ ഇത്ര ഹിറ്റായില്ലായിരുന്നെങ്കിൽ ഇളയരാജ പറയുന്നില്ലായിരിക്കും. പക്ഷെ ഹിറ്റായി കഴിയുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ ഈ ഇളയരാജ ഒരു ലെജൻഡറി മ്യൂസിക് ഡയറക്ടറൊക്കെയാണ്, അതിലൊന്നും യാതൊരു തർക്കമില്ല. പക്ഷെ പുള്ളിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സും ചില സമയങ്ങളിലുള്ള ചില കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. പണ്ട് പുള്ളിയുടെ പാട്ടുകളൊക്കെ സ്റ്റേജിൽ പാടണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പുള്ളി ഒന്നും ഇനി തെളിയിക്കാനായിട്ട് ഒന്നുമില്ല, പുള്ളി നേടാനായിട്ടും ഒന്നുമില്ല. പുള്ളിയുടെ മകനും സിനിമയിൽ ഭയങ്കര സക്സസ് ആണ്, യുവൻ ശങ്കർ രാജ. പുള്ളി ഒരു ലെജൻഡാണ്, ലെജൻഡ് മ്യൂസിക് ഡയറക്ടറാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഈ പിന്നെ തൊട്ട് തൊടി 2 പാട്ടോടെ പാടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസിൽ നിന്നും പോകേണ്ട കാര്യമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്ന് തന്നെയാണെങ്കിലും മഞ്ഞുമൽ ബോയ്സിന്റെ പ്രൊഡ്യൂസേഴ്സിന് ഈ പറഞ്ഞ മാതിരിയുള്ള അവസ്ഥ തന്നെയാണ്. രണ്ടാമത് ഈ മഞ്ഞുമൽ ബോയ്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റും കൂടി നമ്മുടെ വീഡിയോയിൽ പറയാനുണ്ട്. വേറെ ഒന്നല്ല, മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ നമുക്കറിയാം ചിദംബരത്തിന് മഞ്ഞുമൽ ബോയ്സിന് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് ഭയങ്കര അപ്രിസിയേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര അപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ നടന്മാരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. ഈവൻ രജനികാന്ത്, കമൽഹാസൻ, വിക്രം എല്ലാവരും. ഇപ്പോ പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ഒരു ചാൻസ് എന്ന് പറയുന്നത് ധനുഷിന്റെ അടുത്ത സിനിമ മഞ്ഞുമൽ ബോയ്സ് ഡയറക്ടറുള്ള ചിദംബരം ചെയ്യാൻ പോണത്. പുള്ളിയുടെ അടുത്ത പടം ധനുഷായിട്ടുള്ള പടം എന്നാണ് ഒഫീഷ്യലി വരുന്ന വാർത്തകൾ. അതായത് ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല, വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്ട്രോങ് ആയിട്ട് വരുന്ന വാർത്തകളാണ് ധനുഷുമായിട്ട് പടം ചെയ്യണമെന്നുള്ളത്. ധനുഷ് മഞ്ഞുമൽ ബോയ്സ് കണ്ടിരുന്നു, പുള്ളിനെ പേഴ്സണൽ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഒരു സ്റ്റോറി ലൈനൊക്കെ പറഞ്ഞു. എന്നിട്ട് അടുത്ത പടം ചിദംബരത്തിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്ലാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂസുകളൊക്കെ വന്നിരുന്നു. പക്ഷെ ഇപ്പൊ ഏതാണ്ട് കൺഫേം എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ചിദംബരത്തിന് നല്ല കാലമാണ്, മഞ്ഞുമൽ ബോയ്സിന്റെ ബാക്കിയുള്ള എല്ലാവർക്കും നല്ല കാലം തന്നെയാണ്. പ്രൊഡ്യൂസർമാർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇഷ്യൂസ് ഒക്കെ മാറിയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ പേഴ്സണലി ആഗ്രഹിക്കുന്നു. നമുക്കറിയില്ല വാർത്തകളുടെ വലിയ സത്യാവസ്ഥ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും. എന്ത് തന്നെയാണെങ്കിലും ചിദംബരത്തിന്റെ ട്രാക്ക് ഒരു വലിയൊരു സ്പേസ് ഓപ്പൺ ആയിട്ടുണ്ട് തമിഴ് സിനിമയിലേക്ക്. തമിഴ് സിനിമയിലെ മാത്രമല്ല, തെലുങ്ക്, കന്നഡയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഈ സിനിമ മനം കണ്ടിട്ടുണ്ട്. സോ എന്തായാലും നല്ല ചാൻസസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരു 2 സിനിമ കൊണ്ടൊക്കെ വേറെ ഇൻഡസ്ട്രിയിൽ പോയിട്ട് വലിയ പടം ചെയ്യാന്നൊക്കെ പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അല്ലാതെ സിനിമകളുടെ അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീണ്ടും വരുന്നതായിരിക്കും.